ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. ടിക്കറ്റ് ഫിനാലെ എൻഡ്യൂറൻസ് ടാസ്കിന്റെ ഭാഗമായിട്ട് ഉള്ളൊരു സംഭവം തന്നെയാണ് പറയാനായിട്ട് പോകുന്നത്. ഇതിന്റെ അവസാനം നൂറയും പിന്നെ ആര്യനും സാബുമാനും കൂടി മത്സരിക്കുന്ന ആ ഒരു സമയത്ത് മൈക്ക് ഇടാൻ വേണ്ടി ആദ്യം ഷാനവാസ് വരുന്നുണ്ട്, ഹെൽപ്പ് ചെയ്തിട്ട് പിന്നെ പോകുന്നുണ്ട്. അവരെല്ലാവരും ഉറങ്ങുകയാണെന്ന് തോന്നുന്നു. പിന്നെ അനുമോള് വന്നിട്ട് മൈക്ക് ഇടാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. നൂറേനെയും സാബുമാനെയും പെട്ടെന്ന് മൈക്ക് ഇടിയിപ്പിച്ചിട്ട് ആര്യന്റെ അടുത്തേക്ക് പോകാനായിട്ട് തുടങ്ങിയപ്പോഴത്തേക്കും ആര്യൻ കൈ വിട്ടിരുന്നു എന്നാണ് നൂറ പറയുന്നത്. നൂറ ആ ഒരു മുമ്പിലത്തെ മിററിൽ നോക്കിയപ്പോ കണ്ടു എന്നാണ് പറയുന്നത്. ആര്യൻ കൈ വിട്ടതായിട്ട് നൂറ കണ്ടു എന്നാണ് പറയുന്നത്. അവൻ കൈ വിട്ടടാ എന്നൊക്കെ പറയുന്നുണ്ട്. വളരെ ദയനീയമായിട്ട് നൂറ പറയുന്നുണ്ട്, അവൻ കൈ വിട്ടടാ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ സാബുമാൻ പറയുന്നുണ്ട്, ഇവനെ ഇങ്ങനെ സമ്മതിക്കല്ലേ ബിഗ് ബോസ് എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് എന്തിനാണ് ബിഗ് ബോസ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ആര്യൻ ഓഫ്കോഴ്സ് ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്, ഞാൻ മൈക്ക് ഇടാൻ വേണ്ടിയാണ് കൈ വിട്ടത് എന്നൊക്കെ ആര്യൻ പറയുന്നുണ്ട്. ഇതിനകത്ത് എനിക്ക് തോന്നുന്നത് കൈ വിട്ടു എന്ന് തന്നെയാണ്. കാരണം നൂറയും സാബുമാനും അങ്ങനെ വെറുതെ പറയേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. നൂറയ്ക്ക് അറിയാം ഇത്രയും ആളുകൾ കാണുന്ന ഒരു ഷോ ആണ്, ഇത്രയും ക്യാമറാസ് ഫോക്കസ് ചെയ്തിരിക്കുകയാണ്. ഗാർഡൻ ഏരിയയിലെ എല്ലാ ക്യാമറയും എനിക്ക് തോന്നുന്നു 10-15 ക്യാമറ അവരെ ഫോക്കസ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് നൂറയ്ക്ക് അങ്ങനെ ഒരു കള്ളം പറയേണ്ട ആവശ്യമില്ല. മിററിൽ നോക്കിയപ്പോ നൂറ അത് കണ്ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെ ആയിരിക്കാം സത്യം. എനിക്കറിയില്ല, ഞാനിത് ലൈവില് കണ്ടിട്ടൊന്നും അല്ല പറയുന്നത്. എപ്പിസോഡിൽ ഈ ഒരു സംഭവം, ചെറിയൊരു സംഭവം കാണിച്ചിരുന്നു. അനുമോളും പറയുന്നുണ്ട്, നീ കൈ വിട്ടിരുന്നല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ആര്യന്റെ അടുത്ത്. അപ്പൊ ആര്യൻ ഡിഫെൻഡ് ചെയ്യുകയാണ്, ഞാൻ ഇത് മൈക്ക് ഇടാൻ വേണ്ടിയാണ് എന്ന് പറയുന്നത്. അപ്പൊ ബിഗ് ബോസിന് പുറത്താക്കാനായിട്ട് പറ്റില്ല, കാരണം മൈക്ക് ഇടാൻ വേണ്ടിയാണ് കൈ താഴെ ഇട്ടത്. അപ്പോ ഇതിനകത്ത് എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ആര്യൻ കൈവിട്ട് കള്ളത്തരം കാണിച്ചത് തന്നെയാണ് ജയിച്ചതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എപ്പിസോഡിൽ ഇതിന്റെ ഒരു അംശം പോലും കാണിച്ചിട്ടില്ല. അത് ആരെ രക്ഷിക്കാൻ വേണ്ടിയാണ് ബിഗ് ബോസ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ലൈവിനകത്ത് കണ്ടിട്ട് ഞാൻ ബാക്കി പറയാം. എനിക്ക് ആര്യൻ കൈവിട്ടു എന്ന് തന്നെയാണ് തോന്നുന്നത്. കാരണം കഴിഞ്ഞ ആഴ്ചത്തെ സംഭവങ്ങൾ തന്നെ നമുക്കറിയാം ഏത് രീതിയിലൊക്കെ ഉടായ്പ കാണിച്ചിട്ടാണ് ആര്യൻ ഈ ഒരു ടാസ്കില് ബോണസ് നേടിയത് എന്നുള്ള ഒരു കാര്യം. അപ്പൊ അതുകൊണ്ട് ഞാൻ പൂർണ്ണമായിട്ടും ആര്യന്റെ ഗെയിം ഭയങ്കര ഫെയർ ആൻഡ് സ്ക്വയർ ആയിട്ടുള്ള ഗെയിമാണെന്നൊന്നും പറഞ്ഞ ആര്യന് വേണ്ടി വാദിക്കുന്നില്ല. എഫേർട്ടിനെ ഞാൻ മാനിക്കുന്നു. എപ്പോഴും എൻഡ്യൂറൻസ് ടാസ്ക് എഫേർട്ട് ഉള്ള ഒരു പരിപാടിയാണ്. അവിടെ നിൽക്കുന്ന സമയത്ത് മസിൽ കയറും, പിന്നെ BP ലോ ആവും, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, ഫെയിന്റ് ചെയ്യാൻ തോന്നും, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഹെൽത്ത് പരമായിട്ട് അത്രയധികം നമ്മൾ എൻഡ്യൂർ ചെയ്തിട്ട് വേണം അവിടെ നിൽക്കാനായിട്ട്. അതുകൊണ്ടാണ് എൻഡ്യൂറൻസ് ടാസ്ക് എന്ന് പറയുന്നത്. കുറെ കാര്യം എൻഡ്യൂർ ചെയ്തിട്ടുണ്ട്. പക്ഷെ നൂറ ഇങ്ങനെ ഒരു കാര്യം, ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ തന്നെ അവിടെ നിന്ന് ഇറങ്ങാനുള്ള ഒരു ബാധ്യത കാണിക്കണം. കാരണം മൈക്ക് ഇടാൻ വേണ്ടിയാണല്ലോ, എന്തിനു വേണ്ടിയാണല്ലോ, കൈ വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൽ വാദിച്ചു നിന്നിട്ട് ഒരു കാര്യവും ഇല്ല എന്നുള്ളതാണ് സത്യം. അത് അനുമോൾ ആ ഒരു ഏരിയയിലേക്ക് നടന്നു പോകുന്നതിന് മുമ്പ് തന്നെ ആര്യന്റെ കൈ പോയിട്ടുണ്ടെന്നാണ് നൂറ പറയുന്നത്. അപ്പൊ ഇതിൽ എത്രത്തോളം സത്യമുണ്ടെന്നൊക്കെ നമുക്ക് ലൈവ് കണ്ടിട്ട് പരിശോധിക്കാം. എപ്പിസോഡിൽ ഒളിഞ്ഞിരുന്നത് ഈ ഒരു സംഭവമാണ്. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.